കലാപകാരികൾ പറഞ്ഞിരുന്നത് ഈ റിസർവേഷനെതിരെയാണ് ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയ കലാപം അവിടുത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിലേക്ക്, അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിലേക്ക്, അവിടെ സന്യാസിമാരെ പരസ്യമായി അപമാനിക്കുന്നതിലേക്ക് എത്തിയല്ലോ. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതല്ലേ. അതിന്റെ ഒരു റിപ്ലൈക്ക് തന്നെയല്ലേ നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ കാണുന്നത്. അതെ, അവിടെ ഹിന്ദുക്കൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അല്ല, ഇവിടെ മുദ്രാവാക്യം വിളിക്കത്തുള്ളൂ, അതിനപ്പുറം കല്ലെറിയാൻ ബംഗ്ലാദേശ് നടന്നുകൊണ്ട് ഇവിടെ നടക്കത്തില്ല. അങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വിവരം അറിയും. അതുപോട്ടെ, അവിടെ കോടതിക്കെതിരെയോ അവിടുത്തെ സർക്കാരിനെതിരെയോ തുടങ്ങി വെച്ച ഒരു കലാപം പിന്നീട് അവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നു തല്ലുന്നതിലേക്ക് എങ്ങനെയാണോ ആ കലാപം മാറിയത്, അതിന്റെ മറ്റൊരു രീതിയാണ് ഇവിടെ നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രൊട്ടസ്റ്റിനകത്ത് ഇപ്പോൾ തക്ബീർ വിളികൾ കേൾക്കുകയാണ്. അതെന്തിനാണ്? ഈ കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിനകത്ത് എന്തിനാണ് തക്ബീർ വിളിക്കുന്നത്? വയനാട്ടിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥി കേരളത്തിലെ ഒരു ചാനലിന് കൊടുത്ത ബൈറ്റ് കണ്ട് മലയാളികൾ ചിരിച്ചു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പറയുന്നത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ, മറ്റേ ലോകം അവസാനിക്കാൻ നേരം പാറ്റകൾ പൊങ്ങി വരും, അതിന്റെ വേറൊരു വേർഷനായി. അലി അംജദ് ഖാൻ